പിള്ളേർക്ക് വൈകിട്ട് ചായക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ. ഇതൊക്കെ വാങ്ങിക്കില്ല പിടിയെ പോയിട്ട്. ഇന്നും പോകേണ്ട പരിപാടിയൊന്നുമില്ല. പിന്നെ പോവാം, നാളെ പോവാം. എന്തെങ്കിലും പോയിട്ട് വാങ്ങിക്കോട്ടെ. എന്തെങ്കിലും വാങ്ങി ഉണ്ടാവില്ലേ പിള്ളേർക്ക് തിന്നണ്ട വൈകിട്ട് ചായക്ക്. വേഗം എന്നെ ആടി ആയിക്കോള് കേട്ടാ. മഴയൊന്നുമില്ലല്ലോ, വേഗം പോയിട്ട് വേമ്പ. ഞാനപ്പോഴത്തെ ചായ വെക്കട്ടെ എന്നാല്. ആടെ തന്നെ ഉള്ളൂ കേട്ടാ. ഈ ബന്ന വാങ്ങിന് ഒരാളൊന്നുമില്ല മാമേ. അല്ല ഇന്നലെ കൊണ്ടുവന്ന റൊട്ടിയാടിയുണ്ട്, അതൊന്നുമില്ല പിള്ളേർ. ഞാനിപ്പോ എന്നാ പറഞ്ഞത് ആയില്ലേ? ഞാൻ പറഞ്ഞ നിന്നോട് പോയിട്ട് വാങ്ങാൻ. ഞാൻ ഈ ബന്ന കൊണ്ടുവരാന്ന് വിചാരിച്ചു. ഞാൻ ഇനിയിപ്പോ എന്താ എന്നോട് ആക്കേണ്ടത്? പിള്ളേരെന്തോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാക്കിയാലോ, മസാല വന്നെ ഈ ബർഗർ ഷീനൊക്കെ കാണിച്ചത് നിങ്ങൾക്ക്. അതുപോലെ ആക്കി നോക്കട്ടെ ഞാൻ. ഞാൻ ആത്തരം പോയി നോക്കുമ്പോഴത്തേക്കിന് കുറച്ച് പച്ചക്കറി ഉണ്ട്. അച്ഛന് ഉള്ളി, തക്കാളി, ഉള്ളി, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഇതൊന്നും വടയാക്കാനാ? വടയല്ല, അതിൻ്റെ അകത്ത് ഉള്ളിൽ നിറച്ചിട്ട് ഒരു ബർഗർ പോലെ ഇങ്ങനെ നിറച്ചു കൊടുത്തിട്ട് അതാകുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്. പിള്ളേരോട് പറയണ്ട. ഇതിപ്പോ പരിപാടിയുണ്ട്, ഇതിന്റെ തൊലി തേച്ച് കളയണം, തക്കാളിന്റെ തൊലി കളയണം. ഇത് അതിനെ പരിധി നോക്കണം, ക്യാരറ്റില്ല. അപ്പോൾ ഇത് വറുത്ത് കൊടുത്താൽ പിള്ളേർ തിന്നൂലല്ലോ. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്തൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ അങ്ങനെ ഒരു കുടലിൽ എത്തുമല്ലോ. പച്ചമുളക് 2 എണ്ണേ ഉള്ളൂ കേട്ടാ. എന്നുവെച്ചാൽ പിള്ളേർക്ക് എരിവ് വേണ്ട, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അല്ല, കൊളാക്കാനെന്ന് അറിയും പോലെ ആക്കലാന്ന്. ഇത് വേണ്ട, ഇഞ്ചിയും പേസ്റ്റുമാണ്. വെളുത്തുള്ളി രണ്ടും കൂടിയിട്ട് ചൂടായില്ല. ഇത് ക്യാരറ്റ്, പച്ചമുളക് പൊടിച്ചിട്ടുണ്ട്, വെളുത്തുള്ളി. പക്ഷെ ഇത് കുളമൊന്നും ഇപ്പം പച്ചമുളക് കുറച്ച് ഇട്ടിട്ടില്ലോ. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ബീറ്റ്റൂട്ട്, തക്കാളി, ഇത് പച്ചമുളകാണ് കേട്ടോ. ഉള്ളിയുടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലോ ഏത് പച്ചക്കറിയും എടുക്കാം. പക്ഷേ എങ്കിൽ ഇതിപ്പോൾ കുറച്ച് എടുത്തിട്ടില്ലോ. അല്ല, ഒരു എന്നാ പറയട്ടെ, ഇതിനൊന്നും പറയാനില്ലേ ബർഗറിന് ഒരു അങ്ങനെയാവുമൊന്നും ചെയ്യില്ല. പക്ഷെ അതിന് ക്യാരറ്റും മറ്റേ ക്യാരറ്റ് വേണം, അതില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ ലേശം വെളിച്ചെണ്ണ എണ്ണ ഇട്ടിട്ട് അവരുറങ്ങുമല്ലേ ഇന്ന്. കുറച്ച് വൈക്ക് എണ്ണ അധികം കൊടുക്കല്ല. എന്നാലും ഈ പീടിയെന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലതല്ലേ? അധികം എണ്ണ നല്ലതല്ല. ചൂടാവട്ടത് പേസ്റ്റ് ഇതിൻ്റെ അകത്ത് കാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് എടുത്തിട്ടില്ല കേട്ടോ. പറഞ്ഞ പോലെ ഭയങ്കര പൈസയല്ലേ. ഈ പീടിയെന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ലതാണ് ഈ ആക്കിയിട്ട് കൊടുക്കുന്നത്. 1 കിലോ വെളിച്ചെണ്ണക്ക് 430 റുപ്യാണ്. പക്ഷേ പീടിയെന്ന് വാങ്ങുമ്പോൾ അത്ര പൈസ അതിൻ്റെ അതുകൊണ്ടാണ് ഈ പീടിയെന്ന് ആക്കുമ്പോൾ ഈ ആക്കി തന്നെ വെളിച്ചെണ്ണയായിട്ട് ആക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പം അത്രേ തിന്നാനുണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ഞാനിത് ആക്കി നോക്കട്ടെ. ആക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ ആ മണം പോകാനുണ്ട്, പച്ചമണം. അപ്പോൾ നമുക്കിനി പച്ചമുളക് അത് ലേശൊന്ന് ഒരു പച്ച മണം പോകാനാണ്. അത് ഉള്ളി മുറിച്ചിട്ടത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നല്ല ആവണം. എന്നിട്ടാകുമ്പോൾ തക്കാളിയും ആ ബീറ്റ്റൂട്ടും എല്ലാം കൂടി ഇട്ടാലേ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടാലുണ്ടല്ലോ. നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി, എന്നാൽ അത് വേഗം വഴറ്റിയിട്ട് ലേശം ചിക്കൻ മസാല ഇട്ടുണ്ടെങ്കിൽ അത് കുറച്ചേ കിട്ടും. എല്ലാം തക്കാളി ഇടായില്ലേ? ഇതാഴ്ചമാനം വിളിക്കില്ല കേട്ടാ. എല്ലാം ഇത് ഇനി നമുക്ക് ബീറ്റ്റൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. തക്കാളിയും ഇടുകയില്ല. എന്നാലും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് സമയം
നല്ലോണം ഇളക്കി ഇനി നമുക്ക് മുളക് പൊടി ഇടാട്ടോ. കുറച്ചേ ഇടുന്നുള്ളൂ, പാട് എരിവ് ഇതാവണ്ട. ചിക്കൻ മസാല ഇടാം, കുറച്ച് കുരുമുളക് പൊടി. പക്ഷെ ഇനി കാര്യമായത് മല്ലിച്ചപ്പും കരിവേപ്പിലയാണ്. അത് രണ്ടും ഇല്ല കേട്ടോ. ഇല്ലാതെ ഒരു ബർഗറാണ് നമ്മളാക്കുന്നത്. അതിൽ കരിവേപ്പില നല്ല മഴയാണ് കേട്ടോ, അല്ലെങ്കിൽ പറിക്കാൻ പോയി. ഞാൻ മുറ്റത്ത് പോകാൻ കഴിയില്ല ഞാൻ വെച്ചിട്ടാണ്. അപ്പോൾ കരിവേപ്പില ഇല്ലാണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. നല്ല പാകത്തിനിട്ടു. വലിയ മുറിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇതിൻ്റെ നടുക്കാൻ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഉണ്ടാ അങ്ങനെ നമ്മളെ ഫുള്ളായിട്ട് ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ അങ്ങനെ നമ്മളെ ബർഗർ ശരിയായി കേട്ടാ. കുട്ടികളൊക്കെ കുളിച്ചിട്ട് റെഡിയായിട്ടാണ് ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ എണ്ണക്കടി വാങ്ങുന്നതിനെക്കാട്ടി നല്ലതാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നാളെ കുഞ്ഞു